ഭൂമിയുടെ പരദേശിയായ കാശ്മീർ കാണാൻ ഞങ്ങൾ ഒക്ടോബർ മാസമാണ് പോയത്. ഒക്ടോബർ മാസം പോയി കഴിഞ്ഞാൽ നല്ല മഴയും മഞ്ഞൊന്നും ഇല്ലാത്ത സമയമാണ്. രാവിലെ എത്തുന്ന ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ശ്രീനഗറിലെ ആകാശക്കാഴ്ച നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. മഞ്ഞ് ഒക്കെ ഇങ്ങനെ മലയുടെ മേളിൽ വീണ് കിടക്കുന്നതും, അതുപോലെ തന്നെ ദാലിലേക്ക് ഒരു കൈക്കൊമ്പിൾ വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കുന്നും മലകളൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. മഞ്ഞും കോടയും ഒക്കെ ഇങ്ങനെ പോകുന്നത്. അത് രാവിലത്തെ ഫ്ലൈറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റ് എടുത്താണ് ശ്രീനഗറിൽ എത്തിയത്. വലിയ കുന്നുകളും പിന്നെ ദാലിലേക്കൊക്കെ ഒരു കൈക്കുമ്പിളിൽ പോലെ നമുക്ക് ഈ കിടക്കുന്നത് കാണാൻ കഴിയും. വിമാനം ഇറങ്ങി ഞങ്ങൾ വണ്ടി ഒന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ 13 പേരാണ് ഞങ്ങളിപ്പോൾ യാത്രയിലുണ്ടായിരുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കട നിർത്തിയപ്പോഴാണ് ശ്രീനഗറിന്റെ ശരിക്കുള്ള ആ ടൗണിന്റെ കണ്ടത്. നമ്മുടെ പഴയ ഒരു ടൗൺ പോലെയാണ്. എല്ലാം വലിയ കെട്ടിടങ്ങളൊന്നും ആയി വരുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രൈവറോട് ചോദിച്ചത് പാകിസ്ഥാന്റെ അതിർത്തി എവിടെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഡ്രൈവർ ഞങ്ങളെ നോക്കി നല്ലൊരു ചിരി എന്തെങ്കിലും പാസ്സാക്കി. ഇവരെവിടെ നിന്നാണോ വരുന്നത് എന്നുള്ള ആ ചിരിയുടെ അർത്ഥം മനസ്സിലായി. ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് പഹൽഗാമിലേക്കാണ്. പോകുന്ന വഴി നല്ല കാഴ്ചകളായിരുന്നു. ശ്രീനഗർ പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര കാണാൻ ഭംഗിയുള്ള നല്ല പട്ടണമൊന്നുമല്ല. നമ്മൾ വികസിച്ചു വരുന്ന ഒരു പട്ടണത്തിന്റെ ഒരു കോലമാണ് ഞങ്ങൾക്ക് കാണാൻ മനസ്സിലായത്. ഇതാണ് ആക്ച്വൽ കാശ്മീരിന്റെ ഭംഗി. നല്ല ഹൈവേകൾ ഉണ്ടായിരുന്നു. റോഡുകളൊക്കെ നല്ല വൃത്തിമനെ നല്ലതാണ്. പക്ഷെ ഓരോ 100 മീറ്ററിന്റെ ഇടയ്ക്കും പട്ടാളക്കാരുടെ CRPFന്റെ ക്യാമ്പ് ഉണ്ട്. CRPF എല്ലായിടത്തും ഉണ്ട്. CRPF ആണ് അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമാധാനം നിൽക്കുന്നത് മനസ്സിലായി. ശ്രീനഗർ ഹൈവേയിലൂടെ ഞങ്ങൾ നേരെ പോയത് പഹൽഗാമിലേക്കാണ്. അവിടെ പോകുന്ന വഴിക്ക് സഫ്രോൺ ഫീൽഡ് ആണ് ആദ്യം സന്ദർശിച്ചത്. പോകുന്ന വഴി കാണുന്നത് സഫ്രോൺ ഫീൽഡ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന സഫ്രോൺ ഉണ്ടാകുന്ന സ്ഥലമാണ് കാശ്മീരിലെ ഏറ്റവും വലിയ സുഗന്ധദ്രവ്യങ്ങളായ വസ്തുവാണത് സഫ്രോൺ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഞങ്ങൾ നേരെ പോയത് വിൽക്കുന്ന കടയിലേക്കാണ്. അവിടെ നല്ല ചായയൊക്കെ തന്നു. നമ്മൾ ഡ്രൈവർ ഇമ്രാൻ ഭായി ആണ്. അവരുടെ ഒരു പിന്നെ ഞങ്ങൾ സന്ദർശിച്ച് ബാറ്റ് ഫാക്ടറിയിലാണ്. ബാറ്റ് ഫാക്ടറി രസമാണ്. ഇഷ്ടംപോലെ ബാറ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. എന്തേലും ബാറ്റാണ്, നിറച്ചും പൊടിയാണ്. ഇത് ഡ്രില്ല് ചെയ്യുന്നതിന്റെ മൈൻഡ് ചെയ്യുന്നതിന്റെ അതിൽ നേരെ ആൾക്കാർ അവിടെ നിന്നില്ല. 1-2 ബാറ്റ് എല്ലാവരും വാങ്ങിയിട്ട് എത്രയും വേഗം തിരിച്ചു വന്നു. സെൽഫിയൊക്കെ എടുത്തിട്ട് എത്രയും ആൾക്കാർ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഭയങ്കര പൊടിയാണ്, നമുക്കത് നിൽക്കാൻ പറ്റില്ല. വില്ലോ മരങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ബാറ്റ് നിർമ്മിക്കുന്നത്. ഇഷ്ടംപോലെ ബാറ്റ് ഉണ്ടാക്കി അവരെ സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. 500 രൂപയാണ് ഓരോ ബാറ്റിനും വില വന്നത്. ഞങ്ങൾ പോയത് ആപ്പിൾ തോട്ടത്തിലേക്കാണ്. ആപ്പിൾ തോട്ടം കാണുന്നതിനാണ് അതിന്റെ ഒരു എല്ലാവർക്കും ഒരു ഹാപ്പി ആയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പിൾ ഇവിടെ കാണാതെ കിടക്കുന്ന ആൾക്കാരെ പോലെ ഗ്രഹണി പിടിച്ച പിള്ളേര് തോട്ടത്തിൽ കയറുന്ന അവസ്ഥ തന്നെയാണ് ആപ്പിൾ തോട്ടം കണ്ടപ്പോൾ. എല്ലാവരും ഓടി നടന്ന ആപ്പിൾ കാണുന്നു. ആപ്പിൾ പറിക്കണമെന്ന് എല്ലാവർക്കും ഭയങ്കര നല്ല ആഗ്രഹമാണ്. ആപ്പിൾ ഒന്ന് കൈകൊണ്ട് വലിച്ച് പറിക്കണം, തിന്നണം എന്നൊക്കെ. പക്ഷെ ആരും കാണാതെ കുറച്ച് ആപ്പിൾ എന്നാലും ഞങ്ങൾ പറിച്ചു. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാശ്മീർ തോട്ടത്തിൽ നിന്നും തത്സമയം രാജുഭായി. നിറച്ച ആപ്പിളാണ്. ഇതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിത് എന്താ പറയുക, ഇവിടെ ഒന്ന് പറിച്ചാൽ തന്നെ മനസ്സിലാവും. പറിച്ച് കഴിക്കാം. കണ്ടോ, ഫുൾ ഞങ്ങൾ മൊത്തം ആപ്പിൾസ് കണ്ടോ, നിറച്ച ആപ്പിൾസ് കണ്ടോ. ഇവിടെ ഫുൾ ഈ തോട്ടം ഫുൾ ആപ്പിൾസ് ആണ്. കണ്ടോ, ഇവിടെ ഓരോരുത്തര് നമുക്ക് വേണ്ടി ഇതിന്റെ ഓണർ ഒഴിച്ചു തന്നിരിക്കുകയാണ് ആപ്പിൾസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടോ എല്ലാം പറിച്ച് കഴിക്കാൻ പറ്റും. ആപ്പിൾസ് ആണ് കണ്ടോ. ഞങ്ങൾ നിറച്ച് ആപ്പിൾ. ഒന്ന് പറയും ശിശു, എല്ലാരും ഇവിടെ വരണം, പറിച്ചു കഴിക്കണം. ഈ തോട്ടത്തിന്റെ ഓണർ സിംഗ് ആണ്. അദ്ദേഹം നമുക്ക് വേണ്ടിട്ട് ഒഴിഞ്ഞെന്നാണ്. ഓക്കെ ഓക്കെ, ഓവറാക്കണ്ട. ഇതാ നോബിച്ചേട്ടൻ നമുക്ക് വേണ്ടിട്ട് ഇവര് ഒഴിച്ചു തന്നിട്ടുണ്ട്. അത്ര അടിപൊളി എക്സ്പീരിയൻസ്. നല്ല ക്ലൈമറ്റ് ആയിട്ടുള്ള കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിറച്ച് ആപ്പിൾസ് ആണ്. ഇതാ കാണിക്കുന്നത്. ആപ്പിൾസ് ഒക്കെ നമുക്ക് കഴിക്കാം, പൊട്ടിച്ച് കഴിക്കാം. ഓക്കെ, ഇത് കേട്ടോ നല്ല മധുരമുള്ള ആപ്പിളാണ്. നാച്ചുറൽ ആപ്പിൾസ് പെട്ടിയിലാക്കിയിട്ട് ഇവര് സെയിൽ ചെയ്യും. പൊട്ടിച്ചു പണി കിട്ടണ്ട. ഓക്കെ, ഇഷ്ടംപോലെ ആപ്പിളുകൾ ആ വഴിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 50 രൂപ തന്നെ കിലോയ്ക്ക് ഉള്ളൂ. എല്ലാ ആൾക്കാരും ഒരു 5 കിലോ ആപ്പിൾ വെച്ച് വാങ്ങി വണ്ടിരിക്കുന്നത്. സോനമാർഗും പകലും ഗുൽമാർഗും പോകുമ്പോൾ ആപ്പിൾ കഴിക്കണം. അപ്പൊ ആപ്പിൾ പറിക്കണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. 1-2 എണ്ണമൊക്കെ പറിച്ചു. പക്ഷെ 200 രൂപ വെച്ച് ഫൈൻ ഉണ്ട്. ഇങ്ങനെയാണ് ആപ്പിൾ പാക്ക് ചെയ്ത് അവര് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പഹൽഗാമിലേക്കാണ്. പഹൽഗാമിൽ ചെന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം നല്ല വഴികളൊക്കെയാണ് പഹൽഗാമിലേക്ക് പോകുന്ന വഴികളൊക്കെ. നല്ല ഹൈവേ ആണ്. വളരെ വേഗതയിൽ എത്തിച്ചേരുന്നുണ്ട്.
പോകുന്ന വഴിക്ക് നല്ല കുന്നും മലയും ഒക്കെ കാണാൻ ഭയങ്കര രസമായി. ഈ മഞ്ഞുള്ള സമയമാണ് ഈ കുന്നിൻ്റെ മണ്ടലൊക്കെ നല്ല പാരഡൈസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിക്കായിരുന്നു. ഭയങ്കര ക്യൂ ആണ് അവിടെ ഭക്ഷണത്തിന്. നമ്മൾ കുറച്ച് നേരം ക്യൂ നോക്കി, പക്ഷെ നല്ല വിശപ്പിൻ്റെ കാഠിന്യം കാരണം അടുത്ത ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. നല്ല രസമാണ് പഹൽഗാമിൻ്റെ ആ കാണാൻ. പോകുന്ന വഴിക്ക് കുന്നുകളും മലകളൊക്കെ തുടങ്ങി കാണാൻ ഭംഗിയുണ്ട്. നല്ല 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 സീനറികൾ കാര്യങ്ങളൊക്കെയാണ്. നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. 3 മണി സമയത്തോളം ആയി ഞങ്ങളിവിടെ എത്തി. ശ്രീനഗർ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത ശേഷം കുതിര സവാരി ചെയ്യാനാണ് പോയത്. കുതിരപ്പുറത്ത് കയറാനൊക്കെ എല്ലാവർക്കും നല്ല രസമായിരുന്നു. മിനി സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഒരു കുതിരയ്ക്ക് 2 പേരാണ് ഉണ്ടായിരുന്നത്. അവരങ്ങനെ നമ്മളെ വല്ല ഭംഗിയായിട്ട് നയിച്ചുകൊണ്ട് പോയി. 13 ആൾക്കാരിൽ 10 പേരും ഓളം കുതിരപ്പുറത്ത് കയറിപ്പോയി. മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് തുടക്ക യാത്രയൊക്കെ രസമായിരുന്നു. എല്ലാവരും നല്ല സന്തോഷിച്ച് തിരിച്ചു പോയി. പക്ഷെ കുറച്ചാണ് മേലെത്തിയപ്പം കുതിരയെ കയറുന്ന കയറ്റം കണ്ടു കഴിഞ്ഞാൽ വേണ്ടായിരുന്നെന്ന് തോന്നി. 2 മണിക്കൂറോളം എടുത്തു പോയി വരാൻ. 1 മണിക്കൂർ അങ്ങോട്ടും 1 മണിക്കൂർ അങ്ങോട്ടും കുതിരപ്പുറത്തും 1/2 മണിക്കൂറാണ് ഞങ്ങൾ മേടിച്ചത്. പക്ഷെ നമ്മൾ ഇത്രയും 1500 മുടക്ക് വന്നു. ഇത്രയും പൈസ മുടക്കി അങ്ങ് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഴ്ച ഭയങ്കര രസമായിരുന്നു. നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞായതുകൊണ്ട് വൈകുന്നേരം ആ സമയത്താണ് എത്തിയതോടുകൂടി നമുക്ക് കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ അവിടെ എല്ലാം മഞ്ഞ് തണുപ്പ് കൂടുന്ന സമയമായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാവരും തിരിച്ചിറങ്ങി പോകുന്നു. പക്ഷെ നല്ല രസമാണ് കാണാൻ, താഴ്വരത്തൊക്കെ കാണാൻ. നല്ല ഭംഗിയുള്ള കുന്നുകളും മലകളും. സൂര്യാസ്തമയ സമയമാണ് ഭയങ്കര രസമാണ്. അത്രയും ഭംഗിയുള്ള സ്ഥലം. മലയാളികൾക്ക് എവിടെ പോയാലും വേറെ മലയാളികളെ കാണുക എന്നുള്ളത് ഒരു രസമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇഷ്ടംപോലെ മഴ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ വേറെ 1-2 മലയാളികളും കൂടെ കണ്ടു. അവരെ അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു.